കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പരിഗണിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചത്. അതേസമയത്ത് തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ അദ്ദേഹം അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നില്ല, പകരം തൻ്റെ സ്വന്തം മണ്ഡലമായി വയനാടിനെ കണക്കാക്കി സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ നിന്നെയാണ് മത്സരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം 2014 രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ നിർത്തി കടുത്ത മത്സരം നൽകിയ ശേഷം 2019 അതേ സ്മൃതി ഇറാനിയെ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് BJPക്കുള്ളത്. അതേ BJPയോട് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരാം, പാർട്ടി അണികളിൽ നിന്നും പുറത്തുനിന്ന് ഒരു ചോദ്യം ഉയർന്നു വരാം, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ശക്തനായ BJP സ്ഥാനാർത്ഥിയെ കേരളത്തിൽ നിർത്തുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരാം. ഒരുപക്ഷെ കേരളത്തിലെ സ്ഥിതിയും ഉത്തർപ്രദേശിലെ സ്ഥിതിയും വളരെ വ്യത്യസ്തമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ BJPക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ സ്ഥലമാണ് കേരളം. കേരളത്തിൽ തന്നെ BJPക്ക് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന 4-5 മണ്ഡലങ്ങളിൽ പെട്ടതാണ് വയനാട്. കഴിഞ്ഞ തവണ BJPയുടെ ഘടകകക്ഷിയായ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥി. നേരത്തെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് വന്നതോടുകൂടിയാണ് തുഷാറിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. പകരം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തുകയായിരുന്നു. ഇത്തവണ എന്ത് തന്നെയായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ BJP ചിഹ്നത്തിൽ തന്നെ, താമര ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ദേശീയ നേതൃത്വം ആലോചിച്ചത്. അതുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് പാർട്ടി പ്രവർത്തനത്തിന്, ഇലക്ഷൻ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ, കേരളത്തിലെ 4-5 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുക്കാം താൻ മത്സരരംഗത്തില്ലെന്ന് പ്രഖ്യാപിച്ച K. സുരേന്ദ്രനോട് തന്നെ BJP നേതൃത്വം വയനാട്ടിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത്. സുരേന്ദ്രനാകട്ടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത പൊതു രാഷ്ട്രീയ രംഗത്തും വളരെ അറിയപ്പെടുന്നൊരു നേതാവാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 3 ലക്ഷത്തോളം വോട്ടാണ് സുരേന്ദ്രൻ നേടിയത്. അദ്ദേഹം 3ാം സ്ഥാനത്തായെങ്കിൽ പോലും 3 ലക്ഷത്തോളം വോട്ടാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത്. തൊട്ടു മുമ്പത്തെ തവണ 2014 തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രമുഖ നേതാവായിരുന്ന MT രമേശ് നേടിയതിൻ്റെ ഏതാണ്ട് ഇരട്ടി വോട്ടാണ് സുരേന്ദ്രൻ നേടിയത്. അതിന് ശബരിമല സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മൊത്തത്തിൽ BJPയുടെ വളർച്ചയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ പ്രകടനവും കൂടി ആകുമ്പോൾ കഴിഞ്ഞ തവണ 3 ലക്ഷത്തോളം വോട്ട് സമാഹരിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞു. അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സുരേന്ദ്രൻ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കേവലം 89 വോട്ടുകൾക്കാണ് അദ്ദേഹം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോട്, UDF സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത്. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോന്നിയിലും, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് പെടുന്ന കോന്നിയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും 2 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. കോന്നിയിലും അദ്ദേഹം നല്ല വോട്ട് പിടിച്ചു. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും ഏതാണ്ട് 800 താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. മഞ്ചേശ്വരം മണ്ഡലം 2006 BJPക്ക് 31% വോട്ട് മാത്രം കിട്ടിയിരുന്നൊരു മണ്ഡലമാണ്. 2011 തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അത് 33% മാറ്റി. പിന്നീട് അത് 37% ഉയർത്താൻ കഴിഞ്ഞു. 65,000-ലധികം വോട്ടാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് നിന്ന് പിടിച്ചത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് നന്നായി ഇലക്ഷൻ രംഗത്ത് പെർഫോം ചെയ്യുന്ന ഒരു നേതാവാണ് K. സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ K. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥിത്വം ഒരു കടുത്ത വെല്ലുവിളിയും അതോടൊപ്പം തന്നെ നല്ലൊരു അവസരവുമാണ്. കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു മത്സരമായിട്ട് മാറുകയാണ്. കേരളത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതേസമയത്ത് തന്നെ വെല്ലുവിളി എന്ന് പറയുന്നത് എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 78,000 വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത്. അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന രശ്മിൽനാഥ് 80,000-ലധികം വോട്ട് പിടിച്ചിരുന്നു. പൊതുവെ നോക്കിയാൽ BJPക്ക് അത്ര സ്വാധീനമുള്ള, അല്ലെങ്കിൽ വളരെ സ്വാധീനക്കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണിത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് വയനാട് ലോക്സഭാ മണ്ഡലം വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 1-2 മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് കാര്യമായ സ്വാധീനമുള്ളത്. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഇതിൽ സുൽത്താൻ ബത്തേരിയിൽ സാമാന്യം BJPക്ക് സ്വാധീനമുണ്ടെന്ന് പറയാം.
മറ്റ് 2 മണ്ഡലങ്ങൾ പൊതുവേ BJP വീക്കാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ. ഇതിൽ നിലമ്പൂരും വേണമെങ്കിൽ BJPക്ക് അല്പം സ്വാധീനമുണ്ടെന്ന് പറയാം. മറ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെ BJP വളരെ ദുർബലമായ മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പ്രദേശവും. ഈ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പൊതുവെ ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകർ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. വയനാട് ജില്ലയിലും ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകരും മുസ്ലിം സാമാന്യവും നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ കുറച്ച് ആദിവാസി വോട്ടർമാരുമുണ്ട്, ഹിന്ദു വോട്ടർമാരുമുണ്ട്. മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. അതേസമയത്ത് നിലമ്പൂരിൽ കുറച്ചുകൂടി ഹിന്ദു വോട്ടർമാർ താരതമ്യേന കൂടുതലാണ്. രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരിക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പുറത്തുനിന്ന് വന്ന് മത്സരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെട്ട ആളാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. അതായത് കേന്ദ്രത്തിലെ BJP സർക്കാർ, മോഡി സർക്കാർ ആദ്യത്തെ ടേമിന് ശേഷം പുറത്താവും. അപ്പം പ്രതിപക്ഷങ്ങളുടെ ഒരു സംയുക്ത മന്ത്രിസഭ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രചരണം വ്യാപകമായി നടന്നിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 19 നേടിയെടുക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിക്ക് തന്നെ 4,30,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലം പൊതുവെ ഒരു UDF മണ്ഡലമാണ്. ഇപ്പോൾ ഈ UDF മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ CPIക്ക് നൽകിയ സീറ്റാണിത്. ഈ സീറ്റിൽ മത്സരിക്കുന്നത് ആനി രാജയാണ്. CPIയുടെ ദേശീയ തലത്തിലുള്ള നേതാവായ ആനി രാജയാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. നേരത്തെ CPI നേതാക്കളായ സത്യൻ മൊകേരി, PP സുനീർ, റഹ്മത്തുള്ള തുടങ്ങിയ ആളുകളാണ് ഈ വയനാട് സീറ്റിൽ നിന്ന് മത്സരിച്ചത്. 2009 ശേഷമാണ് 2009 തെരഞ്ഞെടുപ്പിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. ആദ്യമായിട്ട് വയനാട്ടിൽ നിന്ന് മത്സരം നടക്കുന്നത് 2009 വയനാട് BJPക്ക് പൊതുവെ വയനാട് മണ്ഡലം സ്വാധീനം കുറവുള്ള മണ്ഡലമാണ്. 2009 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 31,000 വോട്ട് മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥി കിട്ടിയത്. 2014 തെരഞ്ഞെടുപ്പിൽ 80,000 വോട്ട് കിട്ടി. 19 അത് 78,000 കുറഞ്ഞു. 2009 കോൺഗ്രസിന് തെറ്റിപ്പോയ K മുരളീധരൻ 1,00,000-ഓളം വോട്ട് പിടിച്ചൊരു മണ്ഡലമാണിത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് MI ഷാനവാസ് ആയിരുന്നു 2 തവണ ഈ മണ്ഡലത്തെ പ്രതികരിച്ചത്, 2009 2014. 2019 T സിദ്ദീഖിന്, ഇപ്പോഴത്തെ MLA, വയനാട് നിന്നുള്ള MLA T സിദ്ദീഖിന് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അനൗൺസ് ചെയ്തിരുന്നൊരു സീറ്റായിരുന്നു വയനാട്. പിന്നീടാണ് രാഹുൽ ഗാന്ധി മത്സരരംഗത്തേക്ക് വരുന്നത്. കണക്കുകൾ എടുത്ത് നോക്കിയാൽ UDFന് അനുകൂലമാണ് ഇവിടുത്തെ കണക്കുകൾ. കാരണം 2009 MI ഷാനവാസിന് കിട്ടിയത് 4,10,000 വോട്ടാണ്. അതായത് 49.86%, ഏതാണ്ട് 50% വോട്ട് MI ഷാനവാസിന് ലഭിച്ചിരുന്നു. അന്ന് കോൺഗ്രസിലെ നല്ലൊരു ശതമാനം വോട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള K മുരളീധരൻ 99,000 വോട്ട്, അതായത് 12-ലധികം ശതമാനം വോട്ടാണ് അന്ന് K മുരളീധരൻ പിടിച്ചെടുത്തത്. UDF സ്ഥാനാർത്ഥി കിട്ടിയത് 2.5 ലക്ഷം വോട്ട് മാത്രമാണ്. 2014 MI ഷാനവാസിൻ്റെ വോട്ട് വീണ്ടും കുറഞ്ഞു, 3,77,000 മാറി. LDFിലെ സത്യൻ മൊകേരിയും നല്ല വോട്ട് പിടിച്ചു, 3,56,000 വോട്ട് പിടിച്ചു. BJP സ്ഥാനാർത്ഥി രശ്മി ലന്ത 80,000 വോട്ട് പിടിച്ചു. ആ സമയത്ത് ഇന്ന് LDF MLA ആയിട്ടുള്ള അൻവർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 35,000-ഓളം വോട്ട് പിടിച്ചിരുന്നു. 37,000 വോട്ടാണ് അന്ന് അദ്ദേഹം വന്ന് പിടിച്ചത്. ഇപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിലും വോട്ടിലും നല്ലൊരു വർധനമാണ് രാഹുൽ ഗാന്ധി വരുത്തിയത്. കാരണം 50% വോട്ട് കിട്ടിയിരുന്ന UDFന് അത് 64% ഉയർത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞു. അതേപോലെ തന്നെ 4.5 ലക്ഷം വോട്ട് കിട്ടിയിരുന്ന, അല്ലെങ്കിൽ 5 ലക്ഷത്തോളം വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്തു നിന്ന് 7 ലക്ഷത്തിലധികമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ ഇതൊരു വലിയൊരു വെല്ലുവിളിയും അവസരവുമാണെന്ന് പറഞ്ഞു. ഒന്ന്, ദേശീയ തലത്തിലുള്ള മത്സരം BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ 2 പ്രമുഖ ദേശീയ നേതാക്കളാണ് ആനി രാജയും രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ ദേശീയ തലത്തിൽ കൈകോർത്ത് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മുന്നണികൾ സംഘടിപ്പിക്കാൻ വേണ്ടി മറ്റ് പല സംസ്ഥാനങ്ങളിലെയും മുന്നണി ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന. കാരണം പല സംസ്ഥാനങ്ങളിലും CPIയും കോൺഗ്രസും ഒരേ മുന്നണിയിലാണ്. തമിഴ്നാട്ടിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും അല്ലെങ്കിൽ ബീഹാറിലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഒരു മുന്നണിയിലാണ്. അങ്ങനെ മുന്നണി ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന 2 നേതാക്കന്മാർ. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുന്ന പാർട്ടിയാണ് CPI. അവരാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എതിർക്കുന്നത് എന്നുള്ളൊരു വാദം BJPക്ക് സ്വാഭാവികമായി ഉന്നയിക്കാം. അതോടൊപ്പം തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. വയനാട് ജില്ലാ യുവമോർച്ച ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് സുരേന്ദ്രൻ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ. വയനാടുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു നേതാവാണ് സുരേന്ദ്രൻ. അപ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളും ദൂരത്തുള്ള സ്ഥാനാർത്ഥികളാണ്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആനി രാജയ്ക്ക് കണ്ണൂരിൽ വേരുകളുണ്ടെങ്കിൽ പോലും അവർ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയാണെങ്കിൽ
പരമ്പരാഗതമായ ഭരണാധികാരം കൈക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പിതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ വായിൽ വെള്ളിക്കരണ്ടിയുമായി വളർന്നു വന്നൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതേസമയത്ത് സുരേന്ദ്രനാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ മകനായി വളർന്നു വന്നു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വളരെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. നിരവധി സമരങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ശബരിമല സമയത്താണെങ്കിലും അതിനു മുമ്പ് ഒരുപാട് യുവജന പ്രക്ഷോഭങ്ങളിലാണെങ്കിലും സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുകയാണ്. ആ യുവമോർച്ച വളരെ ശക്തിയായ ഒരു യുവജന സംഘടനയായി വളർത്തിക്കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് 10 വർഷത്തോളം പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം 2 ടൈമായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ്, ആ നേതാവും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ എന്തുകൊണ്ടും സ്റ്റാച്ചറുള്ളൊരു നേതാവാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഒരു മത്സരം പലപ്പോഴും വോട്ടിംഗ് നിലവാരത്തിൽ ഒരുപക്ഷേ LDFനായിരിക്കാം 2ാം സ്ഥാനമെങ്കിലും BJPയെ എതിർക്കലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട പോളിസി. അതുകൊണ്ട് തൻ്റെ സ്വന്തം മണ്ഡലത്തിലും അദ്ദേഹം BJPയെ എതിർക്കും. ആ സമയത്ത് രാഹുൽ ഗാന്ധിയും K. സുരേന്ദ്രനും തമ്മിലൊരു പോരാട്ടമായിട്ട് വയനാട് മാറാൻ പോവുകയാണ്. ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആർക്കും വലിയൊരു ആശങ്കയില്ലെങ്കിൽ പോലും ഈ മത്സരം വളരെ കടുത്തതായിരിക്കും. അത് സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റമുണ്ടാക്കും. കാരണം BJP ദേശീയ നേതൃത്വത്തിൻ്റെ കൂടെ സ്ഥാനാർത്ഥിയായിട്ടാണ്, സംസ്ഥാന ഘടകത്തിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി BJP ദേശീയ നേതൃത്വത്തിൻ്റെ രാഹുൽ ഗാന്ധിക്കെതിരെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേന്ദ്രൻ്റെ രംഗപ്രവേശം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.